ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഹംപി യാത്രയുടെ ലാസ്റ്റ് ദിവസത്തെ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നല്ല നാടൻ ചൂടുള്ള ആവി പറക്കുന്ന കറിയും ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി പൂരിയൊക്കെ ആയിരുന്നു. എല്ലാവരും വളരെ ആസ്വദിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ബസ്സും സാരഥിയും നേരത്തോടെ തന്നെ റെഡിയായി. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഡേ, ഹംപിയിലെ ലാസ്റ്റ് ഡേ ആണ്. രാവിലെ എല്ലാവരും വന്ന് ഇതാ ബസ്സിലേക്കൊക്കെ കയറുകയാണ്. ഇന്ന് നമ്മൾ കാണുന്ന സ്ഥലങ്ങള് ഒന്ന് വിട്ടല ടെമ്പിൾ കോംപ്ലക്സ്, സനാന എൻക്ലോഷർ, അതിനുശേഷം അഞ്ജനാദ്രി. ഫസ്റ്റ് ഡേ മഴ കാരണം മിസ്സായ തുംഗഭദ്ര. ഇത്രയും സ്ഥലങ്ങളാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നുണ്ടാവുക. ലാസ്റ്റ് ഡേ, രണ്ടാമത്തെ ദിവസത്തെ ഹംപി യാത്ര. നമ്മൾ ആദ്യം തുംഗഭദ്ര പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ബസ്സിൽ കയറിയതിനു ശേഷം നമ്മുടെ ആ ദിവസത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു ചളിയിലൂടെ. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോയി വന്ന് ലഞ്ച് കഴിച്ച് ചെക്കൗട്ട് ചെയ്യാം കേട്ടോ റൂം. പോകുന്ന സ്ഥലങ്ങളുടെ വിവരണങ്ങൾ കേട്ടുകൊണ്ട് മനോഹരമായ വശങ്ങളിലെ കാഴ്ചകൾ, പീഠഭൂമിയുടെ കാഴ്ചകൾ, തുംഗഭദ്രയുടെ കാഴ്ചകൾ, അങ്ങകലെയായിട്ട് അഞ്ജനാദ്രിയുടെ ഒരു വ്യൂ, അങ്ങനെ ഏവർക്കും ഒരു റിഫ്രഷ് ആകുന്ന കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വിട്ടല ടെമ്പിൾ കോംപ്ലക്സിന്റെ പാർക്കിങ്ങിലെത്തി. എൻട്രി ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് നിന്നും ഏതാണ്ട് 1 കിലോമീറ്ററോളം ഉണ്ട് വിട്ടല ടെമ്പിൾ കോംപ്ലക്സിലേക്ക്. ഇലക്ട്രിക് വെഹിക്കിൾ അവിടെ സർവീസും നടത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ നേരെ നടക്കാതിരിക്കുവാനായിട്ട് ഇലക്ട്രിക് വെഹിക്കിളിന്റെ പാർക്കിങ്ങിലേക്ക് കയറി കുറച്ചു സമയം അവിടെ കാത്തു നിന്നു. അങ്ങനെ നമ്മള് വിട്ടല ടെമ്പിൾ കോംപ്ലക്സിലേക്ക് നടന്നു പോകുവാൻ തീരുമാനിച്ചു. ഇലക്ട്രിക് വെഹിക്കിളിന് കാലതാമസം നേരിട്ടതിനെ തുടർന്നാണ് നടക്കുവാൻ തീരുമാനിച്ചത്. വിജയനഗര സാമ്രാജ്യത്തിന്റെ പ്രൗഢി നിലനിന്നിരുന്ന സമയത്ത് ഈ വിട്ടല ടെമ്പിളിന്റെ മുമ്പിൽ ഉള്ള സ്ഥലം ഒരു മാർക്കറ്റായിരുന്നു. കുതിരകളെയും മറ്റും വിപണനം ചെയ്തിരുന്ന മാർക്കറ്റ്. അതിന്റെ ഒരു അവശേഷിപ്പാണ് ഈ ക്ഷേത്ര കവാടത്തിന് വശങ്ങളിലായിട്ട് നമ്മളിപ്പോ കാണുന്നത്. ഗൈഡ് റഹ്മാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരണം ആരംഭിച്ചു. നമ്മുടെ വിട്ടല ടെമ്പിൾ കോംപ്ലക്സ് ഹംപിയിലെ ഏറ്റവും ഒഴിച്ചുകൂടാനാവാത്ത ഒരു സ്ഥലമാണ്. നമ്മുടെ 50 രൂപയുടെ നോട്ടിൽ കാണുന്ന രഥം ഈ ഒരു വിട്ടല ടെമ്പിളിന്റെ മുന്നിലുള്ള രഥമാണ്. ഗൈഡ് അതിന് ആ കാര്യങ്ങളെ കുറിച്ചാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. Because both is very close to the skin, no? It can produce a sound. Without guide, hiring muscles area, then sound. That's what they have bring the stone. ഈ ക്ഷേത്ര കോംപ്ലക്സിനകത്താണ് സപ്തസ്വരം പൊഴിക്കുന്ന തൂണുകളൊക്കെ ഉള്ളത്. കൊത്തുപണികളുടെ വൈവിധ്യത നമുക്കവിടെ കാണാവുന്നതാണ്.
വിട്ടല ടെമ്പിളിന്റെ പിറകിലായിട്ടാണ് തുംഗഭദ്ര നദി ഒഴുകുന്നത്. മറുകരയില് അഞ്ജനാദ്രിയുടെ മനോഹരമായ ഒരു വ്യൂ നമുക്ക് കാണാം. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് തുംഗഭദ്രയുടെ കരയിലാണ്. വിട്ടല ടെമ്പിളിന്റെ പിറകു ഭാഗത്തായിട്ടാണുള്ളത്. കൃഷ്ണദേവരായരുടെ സംഗീത സഭയിലെ പ്രശസ്തനായിരുന്ന പുരന്ദരദാസന് വേണ്ടിയിട്ട് നിർമ്മിച്ച മണ്ഡപമാണ്. പക്ഷെ അവിടെ മണ്ഡപം കാണാനില്ല, മൊത്തം വെള്ളത്തിൽ മൂടിയിട്ടാണുള്ളത്. അടിയിലൊരു മണ്ഡപമുണ്ട്, അവിടത്തേക്ക് പോകുന്ന വഴിയാണിത്. അതുപോലെ തന്നെ ആ കാലത്ത് തുംഗഭദ്ര നദിക്ക് കുറുകെ നിർമ്മിച്ച പാലമാണ്, പാലത്തിന്റെ അവശേഷിപ്പാണ് അവിടെ കാണുന്നത്. മറുകരയിലായി രാമായണത്തിലെ കിഷ്കിന്ധിയുമായി ബന്ധപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും എന്താ പറയാ പ്രാർത്ഥനാ മൂർത്തിയായ ഹനുമാൻ സ്വാമിയുടെ ജന്മദേശമാണ് അവിടെ. അതിന്റെ മുകളിലേക്ക് നമ്മൾ കയറുന്നുണ്ടാവും. ഇപ്പൊ നമുക്ക് സമയം കുറവാണ്, നേരെ പോകേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് ലഞ്ച് കഴിക്കണം. കമാൺ. മടക്കയാത്ര നമ്മൾ ഇലക്ട്രിക് വെഹിക്കിളിൽ തന്നെയാക്കി. അവിടെ ക്യൂ ഒക്കെ നിന്നു. അപ്പോഴേക്ക് വണ്ടി എത്തി. വണ്ടിയിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. വണ്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾ. വിട്ടല ടെമ്പിളിൽ നിന്ന് നമ്മൾ നേരെ പോയത് സനാന എൻക്ലോഷർ ആണ്. സനാന എൻക്ലോഷറിന്റെ അകത്താണ് ലോട്ടസ് മഹല്, അതുപോലെ തന്നെ രാജ്ഞിയുടെ കൊട്ടാരം. രാജ്ഞിയുടെ കൊട്ടാരമില്ല, അതിന്റെ ബേസ്മെന്റ് മാത്രമേ ഇപ്പോൾ നമുക്ക് കാണാനുള്ളൂ. ഇടത് ഭാഗത്തായിട്ടാണ് അത് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് രാജ്ഞിയുടെ കൊട്ടാരത്തിന്റെ അടിത്തറയാണ്. See the square shaped. Actually, it was the square shaped. And each side, the four side. ഗൈഡ് റഹ്മാൻ ലോട്ടസ് മഹലിനെ കുറിച്ചിട്ടുള്ള വിവരണങ്ങൾ താഴെ വരച്ചുകൊണ്ട് തരികയാണ്. 70% of limestone, 20% of stone, 10% brick structure. So lotus flower above shaped construction. That's what. ആ കാലത്തെ എയർ കണ്ടീഷൻ സിസ്റ്റമാണ് ലോട്ടസ് മഹലിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഈ കാണുന്നത് എലിഫന്റ് സ്റ്റേബിൾ ആണ്. രാജകീയ ആനകളെ നവരാത്രി നാളിലൊക്കെ ഇവിടെയാണ് പരിപാലിച്ചിരുന്നത്. Which elephant is participated in Navaratri Dasara festival? State elephant can be stay here. Other elephant stay other side of the river, early kingdom. See, Buddha, Hindu, Jaina, Hindu, Buddha. Middle, Indo-Islamic. And it repeat again, Buddha, Hindu, Jaina, Hindu, Buddha. The floor is Indo-Islamic. എലിഫന്റ് സ്റ്റേബിള് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ലഞ്ച് കഴിക്കാനായിട്ട് നമ്മുടെ ഹോട്ടലിലേക്ക് തിരിച്ചെത്തി. നമ്മുടെ നാടൻ ലഞ്ച്. ലഞ്ച് കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ തുംഗഭദ്ര ഡാമിലേക്കാണ് പോയത്.
തുങ്കഭദ്ര ഡാമിലേക്ക് പോവാണ്. നമ്മുടെ എൻട്രി കഴിഞ്ഞു. എല്ലാവരും ബസ്സിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സൂം ചെയ്തെടുക്കാം. ബസ്സിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. തുങ്കഭദ്ര ഡാമിന്റെ അകത്തെ കാഴ്ചകൾ കാണാനായിട്ട് നമുക്ക് അവിടുത്തെ അവർ അറേഞ്ച് ചെയ്യുന്ന ബസ്സിൽ മാത്രമേ പോകുവാൻ സാധിക്കുകയുള്ളൂ. നമ്മളിത് എല്ലാവരും കയറുകയാണ്. അങ്ങനെ നമ്മൾ തുങ്കഭദ്ര ഡാമിലേക്ക് പോവാണ്. ഹലോ ഹലോ ഗായ്സ്, നമ്മൾ തുങ്കഭദ്രയിലേക്ക് പോകുന്ന ഒന്ന് എക്സൈറ്റ്മെന്റ് കാണട്ടെ. ആകെ ഒരാൾ അനക മാത്രമേ ഉള്ളൂ. തുങ്കഭദ്ര ഡാമിന്റെ ഗാർഡൻ ഏരിയ ആണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങ് അകലെ ഡാമിന്റെ ഷട്ടർ തുറന്ന് വെള്ളം താഴേക്ക് ഒഴുകുന്ന കാഴ്ച കാണാം. നമ്മുടെ യങ്സ്റ്റേഴ്സ് ഇങ്ങനെ അടിപൊളിയായിട്ട് നടന്നു വരുന്ന കാഴ്ചയാണ്. ബസ് ഇറങ്ങി നമുക്ക് കുറച്ച് ഡിസ്റ്റൻസ്, ഏതാണ്ട് ഒരു 100 മീറ്ററോളം നടക്കുമ്പോഴാണ് ഡാമിന്റെ മനോഹരമായ വ്യൂ കാണാൻ സാധിക്കുക. അങ്ങോട്ടേക്ക് നമ്മൾ നടക്കുകയാണ്. ഇവിടെ നിന്നുള്ള ഒരു കാഴ്ച ശരിക്കും വർണ്ണനാതീതമാണ്. തുങ്കഭദ്ര ഡാം വെള്ളം ഒഴുക്കി വിടുന്നുണ്ട്. കഴിഞ്ഞതിനേക്കാളും വാട്ടർ ലെവല് കുറച്ച് താഴ്ന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കര കാണാ കടലിന് മേലെയായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ റിസർവോയറും അതുപോലെ തന്നെ വെള്ളത്തിന്റെ ഒഴുക്കും ഈ ഹോസ്പേട്ടിനെ അതിന്റെ എന്നും ജലലഭ്യത ഉറപ്പാക്കിക്കൊണ്ട് കാർഷിക ജലസമൃദ്ധി ലഭ്യമാക്കുന്ന ഒരു നദിയാണ് തുങ്കഭദ്ര. അതിന്റെ കുറുകെ 1949 ഈ ഒരു ഡാം കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. 1953 ഈ ഡാം ഓപ്പൺ ആയത്. അതെ, 49.50 മീറ്റർ ആണ് ഇതിന്റെ ഉയരം. 2449 മീറ്റർ ലെങ്ത് ഉണ്ട് ഈ ഡാമിന്റെ. അതായത് 2.5 കിലോമീറ്ററോളം ലെങ്ത് ഉള്ള നോൺ സിമെന്റ് ഡാം. 2 നോൺ സിമെന്റ് ഡാമാണ് ഇന്ത്യയിലുള്ളത്. ഒന്നുള്ളത് മുല്ലപ്പെരിയാറാണ്, രണ്ടാമത്തെ ഈ ഒരു ഡാമാണ്. അപ്പോൾ ആ ഒരു തുങ്കഭദ്ര ഡാമിന്റെ മനോഹാരിത ആസ്വദിക്കാൻ നമ്മുടെ ഗസ്റ്റിനെ ഒക്കെ ഒന്ന് കാണിക്കാം. എല്ലാവരെയും ഒന്ന് കാണട്ടെ. ബാംഗ്ലൂരാ? തുങ്കഭദ്ര ഡാമിൽ നിന്നും നമ്മുടെ ടീമിനൊപ്പം ഒന്ന് ചേരേ. മുകളിൽ നിന്നുള്ള വ്യൂ കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും ബസ്സിൽ കയറി. പിന്നീട് ഡാമിന്റെ അടുത്താണ് ബസ് നിർത്തിയത്. അങ്ങനെ ഡാമിന്റെ ഏറ്റവും അടുത്ത കാഴ്ചകളും കാണുവാൻ സാധിച്ചു. നമുക്ക് വളരെ പെട്ടെന്ന് അഞ്ജനാദ്രിയിൽ എത്തേണ്ടതുണ്ടായതിനാൽ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി. തുങ്കഭദ്രയിൽ നിന്നും അഞ്ജനാദ്രിയിലേക്കുള്ള യാത്രയിൽ നിറയെ നെൽപ്പാടങ്ങളുടെ കാഴ്ചകളായിരുന്നു, കാർഷിക സമൃദ്ധിയുടെ കാഴ്ചകളായിരുന്നു. കന്നുകാലികള്,
പീഠഭൂമികള്, അങ്ങനെ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു കാഴ്ചകളാണ് ആ യാത്രയിൽ നമുക്ക് കണ്ണും മനസ്സും നിറച്ചത്. ഗ്രാമീണതയുടെ സൗന്ദര്യം വർണ്ണിക്കുന്ന നമ്മുടെ മലയാളം സോങ്ങുകളും പശ്ചാത്തലമായി ഉണ്ടായിരുന്നു. അഞ്ജനാദ്രിയിൽ ഇറങ്ങി നമ്മൾ നേരെ ആ ഒരു അദ്രി കയറാനായിട്ട് പോവുകയാണ്. വശങ്ങളിലെ കാഴ്ചകളാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹനുമാൻ സ്വാമിയുടെ ജന്മഭൂമിയായിട്ടാണ് ഈ ഒരു അഞ്ജനാദ്രി അറിയപ്പെടുന്നത്. ചെരുപ്പുകളൊക്കെ താഴെ ഫുട്വെയർ സ്റ്റാൻഡിൽ വെച്ച് നമ്മൾ കാലൊക്കെ കഴുകി മല കയറാനായിട്ട് തുടങ്ങി. അഞ്ജനാദ്രി കയറുമ്പോഴുള്ള കാഴ്ചകൾ പീഠഭൂമിയുടെയും കൃഷി തോട്ടങ്ങളുടെയും അങ്ങനെ നിശബ്ദമായി ഒഴുകുന്ന തുംഗഭദ്ര നദിയുടെയും കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് മല കയറുവാൻ സാധിക്കും. ഉത്തരേന്ത്യയിൽ നിന്നുള്ള നിരവധി യാത്രികരെ ഈ യാത്രയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കുത്തനെയുള്ള ഈ കയറ്റങ്ങൾ കയറി ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിന്റെ പിറകിലായിട്ടാണ് നമ്മൾ എത്തുക. വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഒരു കേന്ദ്രം തന്നെയാണ് ഇവിടെ. രാമായണത്തിലെ ഒരു കാണ്ഡമാണ് കിഷ്കിന്ധ. ആ കിഷ്കിന്ധ പമ്പാ സരോവറിന്റെ തീരത്ത് എന്നാണ് പറയപ്പെടുന്നത്. തുംഗഭദ്ര നദിയുടെ അങ്ങനെ നിശബ്ദമായി ഒഴുകുന്ന തുംഗഭദ്ര നദിയുടെ പഴയ പേര് പമ്പാ സരോവർ എന്നാണ്. അതിന്റെ തീരത്ത് അഞ്ജനാദ്രി മലയുടെ മുകളിൽ, അഞ്ജന എന്ന് പറഞ്ഞാൽ ഹനുമാൻ സ്വാമിയുടെ അമ്മയുടെ പേരാണ്. അപ്പൊ അഞ്ജനാദ്രി മലയുടെ മുകളിൽ ഹനുമാൻ സ്വാമിയുടെ ഒരു ക്ഷേത്രം. ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറയുന്നത് ആ ഒരു കാറ്റും, അതുപോലെ തന്നെ ഇതിന്റെ മുകളിൽ ഒരു 360 വ്യൂ ആണ്. തുംഗഭദ്ര നദി, പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകൾ, പീഠഭൂമിയുടെ കാഴ്ചകൾ, ഇതൊക്കെ കാണണമെങ്കിൽ ഇവിടത്തേക്ക് തന്നെ വരണം. ബാലകൃഷ്ണേട്ടൻ, ഇതാ യങ്സ്റ്റർ ബാലകൃഷ്ണേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ബാലകൃഷ്ണേട്ടൻ എന്താണ് പറയാനുള്ളത് മലക്കയറി വന്നത് ഇവിടുത്തെ ഫീൽ? കഷ്ടപ്പെട്ടാലും ഈ സ്ഥലത്ത് വന്ന് നിങ്ങൾ അനുഭവിക്കണം. കാരണം ഇതിന് ശരിക്കും ഇതിനകത്ത് പറഞ്ഞ 360 ഡിഗ്രിയുള്ള വ്യൂ. അപ്പൊ അത് എന്തായാലും നമ്മൾ അറിയണം. ഈ തുംഗഭദ്ര നദിയും കാഴ്ചകളും ഈ ഹനുമാൻജിയുടെ അമ്പലവും ഒക്കെ ഭക്തി അതെല്ലാം കാണാം. അതായത് മറ്റുള്ള കാഴ്ചക്കാർക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഞാൻ സ്വാഭാവികമായിട്ട് റെക്കമെൻഡ് ചെയ്യും. അഞ്ജനാദ്രി എന്ന് പറയുന്ന നഷ്ടം തന്നെയാണ്.
സുഗുണാട്ടൻ എന്താണ് ഇത്ര ഉയരത്തിലെത്താൻ കഴിയുമെന്ന് താഴ്ന്നു നോക്കുമ്പോൾ കഴിയുമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ എത്തിയാനുള്ള കാഴ്ച എന്താണ്? എല്ലാവരുടെയും സഹകരണം കൂടി ഉള്ളത് കൊണ്ട് ഇവിടെ ശരിക്കും എത്തി എല്ലാ കാഴ്ചയും കണ്ട് മനോഹരം തന്നെ. ഇതൊക്കെ ചെറിയ പൈസക്ക് ഇത്രയും നല്ല അനുഭവങ്ങള് ഒരുക്കി തന്ന ജിത്തു ട്രാവൽസിന് ഞങ്ങളെ അകമഴിഞ്ഞ നന്ദി അറിയിക്കുന്നു. കാഴ്ചകളെ കുറിച്ച് എന്താ പറയുന്നത്? ഇവിടുത്തെ വളരെ സുന്ദരമായ സ്ഥലമാണ്. എത്താൻ കഴിഞ്ഞതിൽ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ പോകണം. അതിന് നമ്മളെ സഹായിച്ച ജിത്തു സഞ്ചാരി അഭിനന്ദനം അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇവിടുന്ന് നോക്കുമ്പോഴില്ലേ വിട്ടല ടെമ്പിൾ, നമ്മൾ രാവിലെ പോയ വിട്ടല ടെമ്പിൾ ആണത്. വിട്ടല ടെമ്പിളിന്റെ കാഴ്ച കാണാം. അവിടെ ഒരു പുരന്ദർദാസ മണ്ഡപം, അത് വെള്ളത്തിനടിയിലാണ്. അതോടെ പഴയ പാലം. അങ്ങനെ ഒരു ഹംപിയുടെ ഒരു ടോട്ടൽ വ്യൂ അത് ആ തുംഗഭദ്ര നദിയുടെ മറുകരയിലാണ്. അത് നമുക്ക് ഇവിടുന്ന് കാണാം, ആസ്വദിക്കാം ഈ വൈ. യെസ്, ഒന്ന് cheer ചെയ്തേ. ഇതിന്റെ മുകളിലെത്തിയപ്പോഴുള്ള ഫീലിംഗ് എങ്ങനെയുണ്ട്? കാഴ്ചകളൊക്കെ അതിമനോഹരം. ഒട്ടും വിചാരിച്ചിരുന്നില്ല. അങ്ങനല്ല, കുറച്ചൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെങ്കില് ഭയങ്കര ശ്വാസം മുടക്കി. ഒരു കാറ്റടിച്ചപ്പോ തന്നെ ഓക്കെ, എല്ലാ ക്ഷീണവും മാറി. പറയൂ. സൂപ്പർ. വളരെ കാലമായിട്ട് ആഗ്രഹിച്ചൊരു കാര്യമാണ്. സഫലീകരിച്ചതിൽ കാണാൻ പറ്റി, നേരിട്ട് കാണാൻ പറ്റി. ഗംഭീരമായിട്ടുണ്ട്. തുംഗഭദ്ര ഡാം അതിനേക്കാൾ ഗംഭീരമായിട്ടുണ്ട്. ചിത്തൂസിന്റെ പ്രോഗ്രാം ആയാലും ഗംഭീരമായിട്ടുണ്ട്. അയ്യോ, ഗംഭീരം നടക്കാൻ പറ്റുന്നൊന്നും വിചാരിച്ചില്ല. എന്നാലും നടന്നു. നിങ്ങളുടെ കൂടെ ആയതുകൊണ്ട് നടക്കാൻ പറ്റിയെന്ന് തോന്നി. അങ്ങനെ നമ്മുടെ നിർമ്മല ടീച്ചർ ഉണ്ട്. അഞ്ജനാദ്രി കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ലൈഫിൽ വലിയൊരു നഷ്ടമായി പോയിരുന്നു. ഭയങ്കര എന്താ പറയണ്ട, എക്സൈറ്റഡ്, ബ്യൂട്ടിഫുൾ. ആണ് കൂട്ടത്തിലുള്ള അവർക്ക് ഇങ്ങ് വന്നേ പറ്റൂ. അങ്ങനെ നമ്മൾ ഒപ്പരം നടക്കുകയാണ്. അവിടെ ശാന്തേച്ചി ഇങ്ങനെ യങ്സ്റ്ററെ പോലെ നടന്ന് നമ്മുടെ കൂടെ വരികയാണ്. സുരേഷ് ആടിന് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. പക്ഷെ മൂപ്പർക്ക് ഒരു പേടിയുണ്ട, എൻജോയ് ചെയ്യണം. രാവിലെ ക്ഷീണം എന്നൊക്കെ പറഞ്ഞ് കിടന്ന ആളാണ്. ഇപ്പൊ എന്താ പറയാ, ഈ കാറ്റടിച്ചപ്പോഴും അല്ലെ, ഈ കാറ്റടിച്ചപ്പോഴും എല്ലാം പോയി. യെസ്, ക്ഷേത്രത്തിന്റെ പുറകുവശത്തുള്ള പാറക്കൂട്ടങ്ങളുടെ വ്യൂ ആണ്. ഈ ഭാഗത്തൊരു ഡ്രൈ വ്യൂ ആണ്. നോക്കൂ, പാറക്കെട്ടുകളുടെ ഈ ഒരു ഭാഗം. അതിന് തൊട്ട് താഴെയായിട്ട് പച്ചപ്പ് നെൽപ്പാടങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അഞ്ജനാദ്രിയുടെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചിറങ്ങി. സമയം ഇരുട്ടി തുടങ്ങിയിരുന്നു. അവിടുത്തെ പർച്ചേസിംഗ് സെന്റേഴ്സ്, പർച്ചേസിംഗ് ഏരിയ ആണ് ഈ കാണുന്നത്. ഇതോടുകൂടി ഈ വീഡിയോ വൈൻഡപ്പ് ആവുകയാണ്.